ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വചനഭാഗം ജെരമ്യ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അതിങ്ങനെ വായിക്കുന്നു: നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതായ ഒരു വാഗ്ദത്തമാണ്, ഒരു വാഗ്ദാനമാണ്, ഉറപ്പാണ് ദൈവം ഈ പ്രഭാതത്തിൽ നമുക്കായി കാഴ്ചവെക്കുന്നത്. അതിനെ പ്രാപിക്കുന്നവർ, അവകാശമാക്കുന്നവർ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പ്രവാചകനോട് പറയുകയാണ്, നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാൽ അവനെ പിടിച്ച് കയറ്റിയിട്ട് ആ പിടിച്ച് കയറ്റുന്നവരാരും അവൻ്റെ കൂടെ പിന്നെ സഞ്ചരിക്കാറില്ല. എന്നാൽ ദൈവം രക്ഷിച്ചാൽ അവൻ്റെ കൂടെ സഞ്ചരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, നല്ല ശമരിയക്കാരൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ കള്ളന്മാർ അവനെ മുറിവേൽപ്പിച്ചു, അവൻ്റെ വസ്ത്രമൂരിയെടുത്തു, അവനെ അർത്ഥപ്രാണനായി അവൻ്റെ സമ്പത്തുകളെല്ലാം മോഷ്ടിച്ചിട്ട് വഴിയരികിൽ അവനെ ഉപേക്ഷിച്ചു, എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഓടയിൽ തള്ളി എന്ന് പറയാം. അനേകർ അതുവഴി പോയി. പുരോഹിതന്മാരും ധനികരായ മനുഷ്യരും പലരും അതുവഴി യാത്ര ചെയ്തു. അവരെല്ലാവരും ഈ ഞരക്കം കേട്ടതാണ്. പക്ഷെങ്കിൽ ഒരു ശമരിയക്കാരൻ അതുവഴി പോയപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത് ചെന്നു. അവൻ മുറിവേറ്റിരിക്കുന്നു, അർത്ഥപ്രാണനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ജീവൻ വിട്ടുപോകാൻ അല്പം കൂടെ മാത്രമേ താമസമുള്ളൂ എന്ന് ആ മനുഷ്യന് മനസ്സിലായി. ആ നല്ല മനുഷ്യൻ അവൻ്റെ മുറിവുകളെയൊക്കെ കെട്ടി ശാന്തമാക്കി ബാൻഡേജൊക്കെ ചുറ്റിയിട്ട് തൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ സത്രത്തിലാക്കിയിട്ട് ആ സത്രക്കാരനോട് പറഞ്ഞു, ഇവന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ വേണ്ടതായ ഒരു സമ്പത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം അവനോട് പറഞ്ഞു, ഇനിയും നിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും അധികമായി ചെലവിട്ടാൽ ഞാൻ തിരികെ വരും, അപ്പോൾ ഞാൻ തന്നുകൊള്ളാം. അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടും പിന്നെയും തിരികെ വരും എന്നുള്ളതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യ വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്. വേറൊരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് ജീവൻ ലഭിച്ചു. നാറ്റം വെച്ച ജീവിതം, മരിച്ചു പോയതാണ്, 4 ദിവസമായി കല്ലറയിൽ വെച്ചിട്ട്. അവനെ വീണ്ടും ജീവിപ്പിക്കാമെന്ന് ആരും ചിന്തിച്ചില്ല. യേശുവിൻ്റെ പുറകെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അങ്ങനെ ഒരു സംഭവം അക്ഷരികമായി സംഭവിക്കുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ലാസറിനെ സ്നേഹിക്കുന്ന കർത്താവ് ആ കല്ലറയുടെ വാതിൽക്കൽ ചെന്നിട്ട് അവനോട് വിളിച്ചു, ലാസറേ, നീ പുറത്ത് വരിക. ഈ ദൈവത്തിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം ആ മരണത്തിൻ്റെ അധമമായ സ്ഥിതിയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മരിച്ച അവസ്ഥയിൽ നിന്ന്, നാറ്റം വെച്ച ജീവിതത്തിൽ നിന്ന് അവനിലേക്ക് ജീവൻ കടന്നു വന്ന് ചൈതന്യമുള്ളവനായി അവൻ കല്ലറയുടെ പുറത്ത് വന്നു. എന്നാൽ കല്ലറയുടെ പുറത്ത് ജീവനുള്ളവനായി വന്നു എങ്കിലും വീണ്ടും അവൻ ബന്ധനസ്ഥനാണ്. അവന് വിടുതൽ വേണം. കർത്താവ് ചുറ്റും നിന്നവരോട് പറയുകയാണ്, നിങ്ങൾ കെട്ടിയ കെട്ടുകളെ അഴിപ്പീൻ, അവൻ പോകട്ടെ. അപ്പോൾ മനുഷ്യൻ കെട്ടിയതായ ബന്ധനങ്ങൾ, കെട്ടുകൾ ജീവൻ പ്രാപിച്ച ലാസറിൽ വീണ്ടും നിലനിൽക്കുക. അത് മനുഷ്യരെ കൊണ്ട് തന്നെ അഴിപ്പിക്കുവാൻ അധികാരമുള്ള ഒരു വാക്കിൻ്റെ ഉടമയായി കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു.
ഇല്ലെങ്കിൽ വേറൊരുവൻ വന്ന് പറഞ്ഞാൽ ഇതെന്തെങ്കിലും കൺകെട്ടും മായാവിദ്യയും ഒക്കെയാണെന്ന് പറഞ്ഞ് മനുഷ്യർ അത് സംസാരിച്ചാൽ അത് വലിയൊരു അപഹാസ്യമായിട്ട് മാറും. എന്നാൽ അധികാരമുള്ളവൻ അത് സംസാരിച്ചപ്പോൾ അവൻ്റെ കെട്ടുകളെ അഴിപ്പീൻ, അവൻ പോകട്ടെ. രക്ഷപ്പെട്ടിരുന്നാലും ശരി, അവൻ വീണ്ടും വിടുതലിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു അധികാരിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കുഴിക്കരയിൽ ആവശ്യമാണെന്ന് അർത്ഥം. ഇനിയും വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയാൽ, ഒരു മനുഷ്യൻ ആപത്തിൽ പെട്ടെന്നിരിക്കട്ടെ, ഗുരുതരമായ ഒരു ആപത്തിൽ, ആക്സിഡൻറ്റിൽ അവൻ പെട്ടു, അർത്ഥപ്രാണനായി ഏതാണ്ട് മരണത്തോളം എത്തിയ രക്തം വാർന്ന് റോഡരികിൽ കിടന്നു. ചിലർ അവനെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് വിചാരിക്കുക. ആശുപത്രിയിൽ പെട്ടെന്ന് എമർജൻസി വിഭാഗത്തിൽ വേണ്ട രക്ഷയുടെ വഴികളൊക്കെ കൊടുത്തുകൊണ്ട് ചില ശുശ്രൂഷകൾ കൊടുത്തു, ചില ഓപ്പറേഷൻസ് ഒക്കെ ആവശ്യമായിരുന്നു. അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ സൗഖ്യമായി എന്ന് വിചാരിക്കുക. പക്ഷെങ്കിൽ ആശുപത്രി വിടണമെങ്കിൽ അവൻ്റെ ശുശ്രൂഷയുടെ പണം അടയ്ക്കണം, അതിനൊരാൾ വരണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മാനുഷികമായ ചിന്തയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അവനെ ആശുപത്രിയിൽ എത്തിച്ചവരും ഒക്കെ അപ്പോഴേക്കും സ്ഥലം വിട്ടുകയാണ്. എന്നാൽ അവന് സ്വന്തമായവരെ, അവൻ്റെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഇല്ലെങ്കിൽ ആരെങ്കിലും സഹോദരങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് അതിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കുന്നിടം വരെയും ആശുപത്രിക്കാർക്ക് അവർ ചെലവാക്കിയ പണം കൊടുക്കുന്നിടം വരെയും അവൻ വിടുതൽ പ്രാപിക്കുന്നില്ല. രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, ജീവനിലേക്ക് തിരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ somebody have to pay the money bill, ഒരു സെറ്റിൽമെൻറ്റ് വേണം. ഇതാണ് കർത്താവ് യെരമ്യാവിനോട് വാഗ്ദാനം ചെയ്യുന്നത്. നീ തിരികെ വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപിൽ നിൽപ്പാൻ തക്കവണ്ണം നിന്നെ രക്ഷിക്കുന്ന വീരനായി നിന്നോടുകൂടെ ഇരിക്കും എന്ന് കർത്താവ് യെരമ്യാവിനോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ സ്വതവേ മനുഷ്യൻ ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവത്തിലേക്ക് പശ്ചാത്താപത്തോടുകൂടെ വരുന്ന ഒരനുഭവം. ചിലർ തിരിച്ചു വരുവാൻ കഴിവില്ലാത്ത ചില ആളുകളുണ്ട്. 99 രക്ഷപ്പെട്ടിട്ടും ഒരാൾ നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയ ആളുകളുടെ പോലെ. എന്നാൽ അതിനെ കണ്ടു കിട്ടിയപ്പോൾ അതിനെ തോളിലേറ്റി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിന് നടക്കാൻ കഴിയില്ല, തിരിച്ചു വരുവാനുള്ള കഴിവതിനില്ല. അങ്ങനെയുള്ളതിനെ ആ ഇടയൻ അന്വേഷിച്ച് എന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. ചില വ്യക്തികളെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു. ചില വ്യക്തികളോട് പറയുന്നു നിങ്ങൾ തനിയെ വരണം. അപ്പോൾ മനുഷ്യൻ തന്നെ തിരിച്ചു വരുന്ന ഒരു തിരിച്ചുവരവുണ്ട്, ദൈവം കൊണ്ടുവരുന്ന ഒരു തിരിച്ചുവരവുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ആഗമനത്തിങ്കൽ ദൈവത്തിൻ്റെ ഉദ്ദേശമോ അവരെ ദൈവത്തിൻ്റെ മുൻപാകെ നിർത്തണമെന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി വാഗ്ദാനം ചെയ്യുന്ന വലിയ മഹത്തായ അനുഭവം, ഞാൻ നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും നിന്നോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക വർഷങ്ങളായി കർത്താവിൻ്റെ നാമത്തിൽ നീ രക്ഷിക്കപ്പെട്ടവനാണ്. ദൈവം നല്ലവനെന്ന് നീ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. നിൻ്റെ കുടുംബം കർത്താവിനെ രുചിച്ചറിഞ്ഞു. രക്ഷയുടെ അനുഭവം, അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് ധാരാളമായി ചൊരിഞ്ഞു. എങ്കിലും പലപ്പോഴും മനുഷ്യപാശങ്ങൾ, അനേക പാശങ്ങൾ, കയറുകളാൽ ബന്ധിക്കപ്പെട്ട അനുഭവം, വിടുതലില്ല. അനേക വിഷയങ്ങളിൽ വിടുതലില്ല. രക്ഷിക്കപ്പെട്ടവനാണ്, പക്ഷെങ്കിൽ രോഗിയായി രോഗത്തിൻ്റെ ആ പാശങ്ങളിൽ നിന്ന് കയറുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അനേക പാപ സ്വഭാവങ്ങളുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുക. രക്ഷപ്പെട്ടിട്ടുണ്ട്, ജീവനിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ ആ ജീവനും കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരനുഭവം. കെട്ടുകൾ ബാക്കി നിൽക്കുന്നു. അതിന് അധികാരമുള്ള ഒരുത്തൻ ആ കെട്ടുകളെ അഴിപ്പിക്കുവാൻ വാക്കിൻ്റെ ശബ്ദം കൊണ്ട്, തൻ്റെ വാക്കിലെ പ്രഭാവം കൊണ്ട്, തൻ്റെ നാവിൻ്റെ അധികാരം കൊണ്ട് മനുഷ്യപുത്രന്മാരോട് കൽപ്പിക്കുവാൻ അധികാരമുള്ള ഒരുവൻ, അവൻ്റെ സാന്നിധ്യം നമ്മോട് ഈ പ്രഭാതത്തിൽ വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി
വിശ്വാസത്താൽ നാം ക്രിസ്തുയേശുവിലുള്ള രക്ഷയെ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികളാണ്. അനേക അനുഗ്രഹങ്ങളും ആത്മീയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും അനേക വിഷയങ്ങളുടെ മുഖത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മനോഹാരിത നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിലും പിന്നെയും ബാക്കി നിൽക്കുന്ന ചില ബന്ധനങ്ങൾ നമ്മെ പിടിച്ചേക്കാം. ആ ബന്ധനങ്ങളെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നന്നായി തിരിച്ചറിയുന്നു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ കെട്ടുകളെക്കുറിച്ച് ചുറ്റും നിന്നവരാരും ചിന്തിച്ചിട്ടില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ ജീവനോടെ ആ കല്ലറയ്ക്ക് വെളിയിൽ വന്നപ്പോൾ ആ സന്തോഷം കൊണ്ട് അവരെല്ലാം തിമിർത്ത് സന്തോഷിച്ചു. മാർത്തയും മറിയയും സന്തോഷിച്ചു. എന്നാൽ കെട്ടുകളെക്കുറിച്ച് അവർ മറന്നുപോയി. യേശു ഓർത്തു, അവൻ്റെ കെട്ടുകൾ അഴിപ്പീൻ, അവൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസാനമായ ബില്ലുകൾ പോലും സെറ്റിൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തി. അനേക വിഷയങ്ങളിൽ ഒരു സെറ്റിൽമെൻറ്റ് കൽപ്പിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാതെ അനേക വിഷയങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം ഉണ്ടാകാം. ജോലി വിഷയത്തിൽ, കടങ്ങളുടെ ഭാരങ്ങളിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, അനേക വിഷയമായിട്ടുള്ള ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും വിടുതലില്ലാതെ ഭാരപ്പെടുന്നവരാകാം. എന്നാൽ ഈ വിടുതലിന് വേണ്ടി കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ വരും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ വരുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കുന്നു, രക്ഷ ലഭിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ പ്രഭാതത്തിൽ നമുക്കായി കാഴ്ചവെക്കുന്നത്, നമുക്കായി സമ്മാനിക്കുന്നത്, നമുക്കായി കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ അവകാശമാക്കുന്നവരാർ. നിൻ്റെ രക്ഷയുടെ അനുഭവത്തിലും ദൈവിക സന്തോഷത്തിലും ആരാധനയിലും മാത്രം നീ ആനന്ദിച്ചും തൃപ്തിപ്പെട്ടും ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് കാണാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ നിന്നെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് നടകൊള്ളുവാൻ കഴിയുന്നില്ല. നീ എങ്ങനെ പുറത്തു വന്നുവോ, നീ എങ്ങനെ ഉയർത്തെഴുന്നേറ്റുവോ, അതേ അവസ്ഥയിൽ ആ കല്ലറയുടെ വെളിയിൽ നീ നിശബ്ദനായി നിൽക്കുകയാണ്. എന്നാൽ നിനക്കൊരു യാത്രയുണ്ട്, നിന്നെയൊന്ന് പോകണം. ആ കല്ലറയുടെ ഭാഗത്തു നിന്നും നിനക്കൊരു ഓടിപ്പോക്കുണ്ട്. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ എന്നെ തള്ളിപ്പറയും, 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും, എൻ്റെ സാന്നിധ്യം നിനക്കിഷ്ടമില്ല എന്നൊക്കെ, നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊക്കെ നീ പറയും. നീ രക്ഷിക്കപ്പെട്ടവനാണ്, നീ രക്ഷ എന്നിൽ നിന്ന് അനുഭവിച്ചവനാണ്, ഞാൻ ജീവനുള്ള ക്രിസ്തു എന്ന്, ദൈവപുത്രനായ ക്രിസ്തു എന്ന് നീ ഏറ്റുപറഞ്ഞിട്ടുള്ളവനാണ്. പക്ഷെങ്കിൽ പത്രോസിനോട് കർത്താവ് സ്നേഹമായിട്ടൊരു കാര്യം പറയുകയാണ്, എന്നാൽ ഒരു ദിവസം നീ തിരികെ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നീ തിരികെ വരുമ്പോൾ എൻ്റെ ആടുകളെ മേയിക്കുക. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചു വരവ് ദൈവം പ്രതീക്ഷിക്കുന്നു. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധനങ്ങളിലും കുടുക്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ വിടുവിക്കുവാൻ മതിയായതാണെന്ന് ഈ പ്രഭാതത്തിൽ നമുക്കായി വാഗ്ദത്തം ചെയ്യുക. എന്നാൽ നമുക്കതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വരുവാൻ കഴിവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ തിരികെ വന്നാൽ എൻ്റെ സന്നിധിയിൽ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ശക്തിയുള്ളവനാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ശക്തിയെ തിരിച്ചറിയുവാൻ, ഈ ശക്തിയെ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ നമ്മളെ യോഗ്യരായി, കഴിവുള്ളവരായി, ഭാഗ്യമുള്ളവരായി നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഈ പ്രഭാതത്തിലാക്കി തീർക്കട്ടെ. സൃഷ്ടിക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.